ചിരിച്ചുകൊണ്ട് ട്രെയിനിന്റെ സീറ്റ് കീറിയെറിഞ്ഞ് യുവാവിന്റെ റീൽ ഷോട്ട്. അറസ്റ്റ് ചെയ്യണമെന്ന് സോഷ്യൽ മീഡിയ. ടിക്കറ്റില്ലാതെ യാത്രക്കാർ AC റിസർവേഷൻ കോച്ചുകളിൽ കാണിക്കുന്ന അക്രമങ്ങൾ, വൃത്തിയില്ലായ്മ, സുരക്ഷാ പ്രശ്നം, മറ്റ് അസൗകര്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ റീലുകളിലും ഇന്ത്യൻ റെയിൽവേ നിറയുകയാണ്. ഏറ്റവും പുതിയൊരു റീലിൽ റെയിൽവേ സംവിധാനങ്ങളെ നശിപ്പിക്കുന്നത് ചിത്രീകരിച്ചപ്പോൾ പ്രതിഷേധവുമായി സമൂഹമാധ്യമ ഉപയോക്താക്കൾ തന്നെ രംഗത്തെത്തി. ഒരു യുവാവ് ലോക്കൽ ട്രെയിനിന്റെ സീറ്റ് വലിച്ചു കീറി ജനലിലൂടെ പുറത്തേക്കെറിയുന്നു. പിന്നീട് ബർത്തിലെ പ്ലൈവുഡ് പൊളിച്ചെടുത്ത് അതും ജനലിലൂടെ പുറത്തേക്കെറിയുന്നതാണ് വീഡിയോയിലുള്ളത്. ഇത്തരം ആളുകളെ കണ്ടെത്തി കൃത്യമായ ശിക്ഷ നൽകണമെന്ന് നിരവധി സമൂഹമാധ്യമ ഉപയോക്താക്കൾ ആവശ്യപ്പെട്ടു. രാത്രിയിൽ ചിത്രീകരിച്ച വീഡിയോ എപ്പോൾ, എവിടെ, ഏത് ട്രെയിനിലാണ് ചിത്രീകരിച്ചതെന്ന് പറയുന്നില്ല. ഇതേ വ്യക്തി പിന്നീട് ഒരു യൂട്യൂബറായി സംസാരിക്കും, സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും റെയിൽവേയുടെ മോശം അവസ്ഥയെക്കുറിച്ച് പരാതിപ്പെടുകയും ചെയ്യുമെന്ന അടിക്കുറിപ്പോടെ സിൻഹ എന്ന എക്സ് ഉപയോക്താവാണ് വീഡിയോ പങ്കുവച്ചത്. വീഡിയോയിൽ യുവാവ് ചിരിച്ചുകൊണ്ട് ലോക്കൽ ട്രെയിനിലെ സീറ്റുകൾ കീറിക്കളയുന്നത് കാണാം. വീഡിയോ എക്സിൽ 5.5 ലക്ഷം പേരാണ് കണ്ടത്. വീഡിയോ വൈറലായതിനു പിന്നാലെ നിരവധി പേർ ഇയാളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതേസമയം നിരവധി ആളുകൾ യുവാവിനെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടെത്തുകയും അതിന്റെ വീഡിയോ പകർത്തി എക്സിൽ പങ്കുവച്ച് ഇതാണ് അയാളെന്ന് അവകാശപ്പെട്ടു. 4 മണിക്കൂർ മുമ്പ് സ്ട്രേഞ്ചർ എന്ന എക്സ് ഹാൻഡിലിൽ നിന്ന് പങ്കുവച്ച കുറിപ്പിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പൊതുമുതൽ നശിപ്പിക്കുന്നതും കൊള്ളയടിക്കുന്നതും മുഹമ്മദ് സമീർ. വ്യക്തമായി കാണാം, മിക്കവാറും ബീഹാറിലെ ദർഭംഗയിൽ നിന്നായിരിക്കാം. ഒപ്പം മുഹമ്മദ് സമീർ എന്ന ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ നിന്ന് പങ്കുവച്ച സമാന വീഡിയോയും ചേർത്തിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ നേരിടുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണെന്ന് ചിലർ കുറിച്ചു. ഏതാണ്ട് 1000ഓളം പേർ ലൈക്കും കമന്റും ചെയ്ത വീഡിയോയും എക്സിൽ വൈറലായി. ഈ വീഡിയോയും യുവാവിന്റെ ചിത്രവും ചേർത്ത് ഇന്ത്യൻ റെയിൽവേക്കും റെയിൽവേ സേവയ്ക്കും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനും ടാഗ് ചെയ്തുകൊണ്ടുള്ള കുറിപ്പുകൾ നിരവധി പേരാണ് പങ്കുവച്ചത്. ബീഹാറിലെ ദർഭംഗയിൽ നിന്നുള്ള വീഡിയോയാണെന്നും പേര് സമീർ എന്നാണെന്നും എല്ലാവരും എഴുതി. അതേസമയം വിഷയത്തിൽ റെയിൽവേ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല.